വയസ്സായി ഇപ്പൊ 104-ാമത്തെ വയസ്സല്ലേ. എന്താ പേര് പറയോ? പേര് നിങ്ങളെ പേര് പറയോ? പറഞ്ഞുകൊടുക്കി. ചരിത്രത്തിൽ ഇടം കുറിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് മലപ്പുറത്ത് നടന്നത്. അതും മലപ്പുറത്ത് നിന്ന് 80 ബസ് വയനാട്ടിലേക്ക് പോവാണ്. അതെ ഗൈസ്, രാജ്യത്തെ ഏറ്റവും വലിയ വയോജന ഉല്ലാസ യാത്ര 80 ബസ്സുകളിൽ നിന്ന് 3500 പേരാണ് ഇന്ന് മലപ്പുറത്ത് നിന്ന് വയനാട്ടിലേക്ക് പോണത്. അതായത് 60 വയസ്സ് മുതൽ ഏകദേശം 100-104 വയസ്സ് വരെയുള്ള ആൾക്കാർ ഈ യാത്രയിൽ പങ്കെടുക്കുന്നത്. നമ്മളെ പാണക്കാടുള്ള വണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എല്ലാവരും ടാറ്റാണിച്ചാല്. എന്തായാലും ഇതുപോലത്തെ ഒരു യാത്ര സംഘടിപ്പിക്കാൻ തന്നെ ഒരുപാട് റിസ്ക് ആണ്. അതിനനുസരിച്ച് ഇവര് വളണ്ടിയേഴ്സും കാര്യങ്ങളൊക്കെ ഇതിന് വെച്ചിട്ട് എല്ലാം സെറ്റപ്പിൽ തന്നെയാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങളെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വയസ്സ് കൂടുതലുള്ള ആൾക്കാരാണ്. എവിടെ പോലീസിൽ? DSP കൊണ്ടുവരുമ്പോ ആർമിയിലായിരുന്നു. സീനിയർ സിറ്റിസൺ ആയ ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ യാത്രയിൽ നമ്മളെ ഉമ്മമാരുണ്ടാവും, ഉപ്പമാരുണ്ടാവും, അച്ഛന്മാരുണ്ടാവും, അമ്മമാരുണ്ടാവും. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചതും വളരെ അഭിമാനകരമായിട്ടുള്ളൊരു പലരും പല യാത്രകൾ പോയിണ്ടാവും. പക്ഷെ ഈ യാത്ര ഒരു വലിയ വൈബാണ്. മലപ്പുറത്തെ പഴയ തുണി കെട്ടൊക്കെ കെട്ടി തലലിക്കുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇവിടുന്ന് എല്ലാരും അങ്ങനെ കറക്റ്റ് ആയിട്ട് കയറ്റി കൊടുക്കല്ലേ. എന്തേലും വണ്ടിയുടെ അതിന്റെ എന്തെങ്കിലും നിങ്ങളെ അക്കാദമി ഏതേലും? ഡോട്ട് അക്കാദമി. കൊണ്ടുവന്നില്ലേ? എത്ര ആംബുലൻസ്? 5 ആംബുലൻസ്, 5 വരുന്നുണ്ട്. അതിപ്പോ നിങ്ങള് ഏതാണ് ഇത് ഹോസ്പിറ്റലിൽ വരുന്നത്? നമ്മൾ MB ഹോസ്പിറ്റൽ, മലപ്പുറം പാറങ്കോട്. പ്രായമുള്ളവരല്ലേ പോണത്. ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതിന് 5ഓളം ഹോസ്പിറ്റലിൽ ആംബുലൻസ് വരെ കൂടെ പോകുന്നുണ്ട്. എങ്ങനെ ഹാപ്പി അല്ലേ? എന്തായാലും കോട്ടക്കുന്ന് യാത്ര പുറപ്പെട്ട് അരീക്കോടായിരുന്നു ഇവരെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ഉണ്ടായിരുന്നത്. ഇവിടുന്ന് എന്താ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇവര് യാത്ര വയനാട്ടിലേക്കാണ്. എന്തായാലും ഈ യാത്ര അടിച്ചു പൊളിച്ച് ഒരു വെച്ച നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. മലപ്പുറം നഗരസഭ നിങ്ങളെ കൂടെ ഉണ്ട്. എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണാം.